ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉഷ ചാനോമി അൽവർ ഡിയലക്സിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു കിറ്റിനെ കുറിച്ചാണ്. ഈ കിറ്റിലുള്ള ഇതെല്ലാം പ്രഷർ ഫൂട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ നോക്കാം. നോർമൽ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നോർമൽ പ്രഷർ ഫൂട്ടാണ് ഈ കാണുന്നത്. ഈ പ്രഷർ ഫൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സിബ് അടിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചുരിദാറിലും അതുപോലെ തന്നെ മറ്റ് പ്രിൻസസ് കട്ട് ബ്ലൗസിലും സാധാരണ ബ്ലൗസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിബാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഈ പ്രഷർ ഫൂട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സാധ്യമാവും. ഫസ്റ്റായിട്ട് വരുന്നത് ഈ ഒരു പ്രഷർ ഫൂട്ടാണ്. റോൾഡ് ഹെമ്മിങ് ഫൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ അഗ്രഭാഗം കണ്ടാൽ തന്നെ അറിയാം മറ്റ് പ്രഷർ ഫൂട്ടുകളിൽ നിന്നും ഡിഫറൻ്റ് ആണ്. നമുക്ക് ഗൗണുകളുടെ താഴ്ഭാഗം ഉരുട്ടി അടിക്കുന്നതിന് വേണ്ടിയിട്ട് റോൾഡ് ഹെമ്മിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ ഗൗണുകളൊക്കെ മടക്കി അടിക്കുമ്പോൾ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ ഈ ഫൂട്ട് ഇട്ടിട്ട് നമ്മൾ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുകയും ചെയ്യും. മാത്രവുമല്ല നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടൺ ഹോൾ നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ടണിൻ്റെ ഹോളാണ് നമുക്ക് പിടിപ്പിക്കാൻ കഴിയുന്നത്. നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ ലൂസായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ഒരു പ്രഷർ ഫൂട്ട് എന്ന് പറയുന്നത് വളരെ സുഗമമായി നമുക്ക് മടക്കി അടിക്കുമ്പോൾ നമ്മൾ ബ്ലൗസിലൊക്കെ അതിൻ്റെ നെക്ക് ഭാഗം നമ്മളിങ്ങനെ തുന്നി കൊടുക്കുമല്ലോ, ഹെം ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പം ആ ഒരു ഭാഗത്ത് ഹെം ചെയ്യുന്നത് രൂപത്തിൽ വരുന്നത് പോലെ തന്നെ നമുക്ക് കൈയിൻ്റെ ഭാഗത്തൊക്കെ സ്ലീവൊക്കെ അടിക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഹെം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ട്രിക്കിലൂടെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഈ പ്രഷർ ഫൂട്ട് നേരെ ഇങ്ങ് വെച്ചടിച്ചാൽ അതുപോലെ കിട്ടില്ല. ഇതിൻ്റെ ഒരു ട്രിക്കുണ്ട്. ആ രൂപത്തിൽ ക്ലോത്ത് മടക്കിയതിന് ശേഷം ഈ പ്രഷർ ഫൂട്ട് ഉപയോഗിച്ച് നമ്മൾ അടിക്കുകയാണെങ്കിൽ ആ നീറ്റായിട്ട് ഹെം ചെയ്തതുപോലെ തന്നെ നമുക്കിത് ലഭ്യമാവും. സബ്സ്ക്രൈബ് ചെയ്യണേ.